സൗദിയിൽ വിവിധ സർക്കാർ പദ്ധതികളിലെ ലേലത്തിൽ ഒത്തുകളിച്ച 14 കരാർ സ്ഥാപനങ്ങൾക്ക് പിഴ 64 ലക്ഷം റിയാലാണ് പിഴ ഈടാക്കിയത്. വിപണിയിലെ കുത്തക പ്രവണതകളെ തടയിടുന്നതിനാണ് നിയമം കർശനമാക്കുന്നത്. ജനറൽ അതോറിറ്റി ഫോർ കോമ്പറ്റീഷന്റേതാണ് നടപടി. കരാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന 14 സ്ഥാപനങ്ങൾക്കെതിരെയാണ് പിഴ ചുമത്തിയത്. വിവിധ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിച്ച് ലേലത്തിലെത്തുമ്പോൾ വിവിധ കമ്പനികളുടെ പേരിൽ ഒത്തുകളിച്ചെന്നാണ് കണ്ടെത്തൽ. ഒത്തുകളിയിലൂടെ ഒരേ കമ്പനികൾ തന്നെ കരാറുകൾ സ്വന്തമാക്കും. ഇതാണ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് കാരണമായത്. റിയാദിലെ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് അന്തിമവിധിയിലൂടെ പിഴ ശരിവച്ചത്. ഹസൻ സാലിം ഹുസൈൻ അൽ കംസാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ജനറൽ കോൺട്രാക്ടിംഗ്, അൽ മഹദൽ എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയ കമ്പനികളാണ് ഇതിൽ പ്രമുഖർ. സ്ഥാപനങ്ങൾക്കാകെ 64 ലക്ഷത്തിലേറെ റിയാലാണ് ചുമത്തിയ പിഴ. പിഴയൊടുക്കാതെ കമ്പനികൾക്ക് മറ്റു കരാറുമായി മുന്നോട്ടു പോകാനാകില്ല. നിർമ്മാണ കോൺട്രാക്ടിംഗ് മേഖലകളിൽ കുത്തക അനുവദിക്കുന്നില്ലെന്നും കോമ്പറ്റീഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. വിപണിയിൽ ശരിയായ മത്സരം പ്രോത്സാഹിപ്പിക്കാനും ഉപഭോക്താക്കൾക്ക് ഗുണം ലഭിക്കാനുമാണ് ഈ നടപടിയെന്നും അതോറിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ.